ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു പ്രൊമോ കമ്മിങ് സൂൺ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അഖിലാണ്ടേശ്വരി പ്രിയങ്കയുടെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയിരിക്കുകയാണ്. റോഡരികിൽ നിന്നുകൊണ്ട് അഖില ശിവരാമകൃഷ്ണനെ ഫോൺ ചെയ്യുകയാണ്. പക്ഷെ ഫോൺ എടുക്കുന്നത് രാജേശ്വരിയും. ആരാണെന്ന് പറയാമോ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ അഖില ചോദിക്കുകയാണ് വിലാസിനിയാണോ എന്ന്. അല്ല എന്ന് രാജേശ്വരി പറയുന്നു. കൃഷ്ണേട്ടന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ അഖില ആവശ്യപ്പെടുകയാണ്. അതുപ്രകാരം രാജേശ്വരി ശിവരാമകൃഷ്ണന്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. അതിനുശേഷം തൃച്ചംബരത്തെത്തിയ അഖിലയെ കുറുപ്പ് ക്ലോറോഫോം വെച്ച് പണപ്പിച്ച് ബോധം കെടുത്തുകയാണ്. അതിനുശേഷം അകത്തെ ഒരു മുറിയിൽ വാ മൂടിക്കെട്ടിയതിനു ശേഷം കസേരയിൽ കെട്ടിയിടുന്നു. അങ്ങനെ ദാസേട്ടനെ പോലെ കണ്ട കുറുപ്പും പ്രിയങ്കയുടെ ആളാണെന്ന് അഖില മനസ്സിലാക്കുന്നു. രക്ഷപ്പെടാനുള്ള വഴിയിൽ അഖില കാണിച്ച ഒരു അബദ്ധം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയായതും. രക്ഷപ്പെട്ടപ്പോൾ പ്രിയങ്കയെ ഫോൺ ചെയ്തതിനാലാണ് പ്രിയങ്ക ഇങ്ങനെ ആളിനെ ഏർപ്പാടാക്കിയത്. ഒരുപക്ഷെ അന്നേരം പ്രിയങ്കയെ അഖില ഫോൺ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അഖില തൃച്ചംബരത്ത് ഉണ്ടാകുമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ രാജേശ്വരിയോട് കുറുപ്പേട്ടന്റെ മുന്നിൽ വെച്ച് പ്രിയങ്ക പറയുന്നുണ്ട് അകത്തെ അടച്ചിട്ട മുറിയിൽ അഖിലയുണ്ടെന്ന്. എന്നാൽ മുറിക്ക് പുറത്തെത്തിയ കല്യാണി അകത്തെ മുറിയിൽ ആരോ ഉണ്ടെന്ന് സംശയിക്കുകയാണ്. അന്നേരം അഖില കാൽ കൊണ്ട് സ്റ്റൂൾ തട്ടിയിട്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. കല്യാണി അത് കേൾക്കുന്നുമുണ്ട്. വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അഖിലയുടെ ജീവൻ രക്ഷയ്ക്കായി കല്യാണി എത്തുമോ എന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ദാസേട്ടന്റെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആനന്ദിനോട് പറയുന്നുണ്ട് ദാസിന് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അന്നേരം അഖില മാഡം അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഇതെല്ലാം കൂടി ആയപ്പോൾ ആനന്ദ് ഉറപ്പിക്കുന്നുണ്ട് തൃച്ചംബരത്തുള്ളത് തന്റെ അമ്മയല്ല വേറെ ആരോ ആണ് എന്നുള്ളത്. വരും എപ്പിസോഡുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ആനന്ദ് രാജേശ്വരിയുടെ മുഖംമൂടി വലിച്ചു കീറുമോ എന്നുള്ളതും കല്യാണി അഖിലയെ രക്ഷപ്പെടുത്തുമോ എന്നുള്ളതുമൊക്കെ. താങ്ക് യു.